They have been eagerly waiting for the results of this assembly election. ഓൾറൈറ്റ്, നമ്മൾ സി എമ്മിൽ നിന്ന് നമുക്കൊരു ഇംഗ്ലീഷ് പഠിച്ചാലോ. ദേ ഹാവ് ബീൻ ഈഗർലി വെയിറ്റിംഗ് ഫോർ. ഈ ഒരു സെന്റൻസ് ഏത് ടെൻസ് ആണ്? ഇത് പ്രസന്റ് ടെൻസിലെ നാലാമത്തെ ഫോം ആയിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ദേ ഹാവ് ബീൻ ഈഗർലി വെയിറ്റിംഗ് ഫോർ. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ബീൻ റെയിനിങ് സിൻസ് ഇൻ ദ മോർണിംഗ്. രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. 10 വർഷമായി ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഒരു പ്രവൃത്തി മുമ്പ് തുടങ്ങി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇത്. ഈ ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവും, അതുപോലെ തന്നെ ഹാസ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? സോ പ്രസന്റ് കണ്ടിന്യൂസ്, അറ്റ് പ്രസന്റ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണല്ലോ. സോ യു ആർ വാച്ചിങ് മൈ വീഡിയോ, യു ആർ വാച്ചിങ് മൈ വീഡിയോ. പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 10 വർഷം മുമ്പ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, യു ഹാവ് ബീൻ ഫോളോയിങ് മീ ഫോർ 10 years. നിങ്ങൾ 10 വർഷമായി എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു ഗോട്ട് ദറ്റ് ഡിഫറൻസ്, റൈറ്റ്? ഐ യൂസ്ഡ് സിൻസ് ആൻഡ് ഫോർ. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് ബീൻ റെയിനിങ് സിൻസ് ഇൻ ദ മോർണിംഗ്. സോ സിൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ടൈം പറയാൻ വേണ്ടിയിട്ടാണ് സിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. ഞാൻ 10 വർഷമായി ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം വരുമ്പോൾ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ദാറ്റ്സ് എ റാപ്പ്. അണ്ടിൽ വി മീറ്റ് അഗെയിൻ, പീസ് ഔട്ട്.